ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഓരോ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ആ സമയവും നമ്മുടെ ചിന്തകളും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതേപോലെ കുറച്ച് വിത്തുകളും. അപ്പോൾ ഇതിന് ഹോൾസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് വിത്തുകളൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. ഉണ്ടായി കിട്ടുമോയെന്ന് അറിയണമല്ലോ. പല പല പേരുകളിൽ ചെറിയ പാക്കറ്റുകളിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് പോട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴയൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എന്താ പറയുക, തെഴുത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലൊക്കെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഴുകുതിരിയൊക്കെ കെടുത്തി. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് ഇതിൽ മണ്ണ് നിറക്കണം കേട്ടോ. മണ്ണ് നിറക്കലാണ് അടുത്ത പണി. അപ്പോൾ ഇത് ഇങ്ങനത്തെ വലിയൊരു പോട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ചീരയോ പയറൊക്കെ ഉണ്ടാക്കില്ല, ഇങ്ങനെ നീളത്തിന് പിന്നെ അതേപോലെ നീളത്തിന് ആക്കിയിട്ട് ഓരോരോ വിത്തുകൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി മണ്ണെടുത്തിട്ട് വരാം. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള വിത്ത് കേട്ടോ. അപ്പം വെളിച്ചമില്ലാത്തത് നോക്കണ്ട, അത് നമ്മളിവിടെ ടാർപ്പായി ഇങ്ങനെ മുന്നിൽ മഴ കൊള്ളാതെക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിനോരോ പേരുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ഗൂഗിളിൽ അടിച്ച് നോക്കിയ സമയത്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കാണുന്നത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ചെടികളാണ്. അപ്പം ഞാനിതാ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ മണ്ണെടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് മണ്ണൊക്കെ കൊടുന്ന് നമ്മളെല്ലാ പോട്ടിലും ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ഒരു പകുതി മുക്കാലൊക്കെ ആക്കിയിട്ടേ വെക്കുന്നുള്ളൂ കേട്ടോ. മണ്ണ് നമ്മൾ വിത്ത് നടാനല്ലേ, അപ്പോൾ അധികം മണ്ണ് വേണ്ടല്ലോ. അപ്പോൾ ഒരു കാൽഭാഗം മാത്രമാണ് നമ്മൾ അതിലേക്ക് മണ്ണ് ആക്കുന്നുള്ളൂ. ഇത് നമ്മൾ വലിയ പോട്ടായതുകൊണ്ട് തന്നെ നല്ല മണ്ണ് വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചകിരിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനിതാ ചകിരിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിത്തുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് സീൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാറ്റൊന്നും കയറാണ്ട് തണുത്തൊന്നും പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ സീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ വിത്തെടുത്തിട്ട് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇട്ട് കൊടുത്തിട്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചട്ടികളിൽ അതേപോലെ ഓരോ പാക്കറ്റ് ഇട്ടത് ഓരോന്നിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ അല്ലേ, അതേപോലത്തെ ഒരു വിത്താണ് കേട്ടോ. ചെണ്ടുമല്ലി പോലെ എന്തോ ഒരു പൂവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട്. മണ്ണ് ചെറുതായിട്ട് അതിൻ്റെ മേലെ കൂടെ ആവാൻ പാടുള്ളൂ കേട്ടോ. വല്ലാണ്ടാകുമ്പോൾ അത് മുളച്ച് പൊന്തി വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ ചെയ്തതൊക്കെ ഓരോ ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെക്കാം.
ഇങ്ങനെയൊക്കെ നിങ്ങളാരെങ്കിലും പാക്കറ്റിൽ വിത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ നട്ടിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ നല്ല ടെൻഷനുണ്ട്, നല്ല ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടാവുമോ ഇല്ലേ, പൈസ വെറുതെ പോവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട്. ഒരു 10-15 പാക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കടുകുമണി പോലെയും അതേമാതിരി ചീര വിത്ത് മാതിരിയൊക്കെ പല പല ജീരകം അങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള വിത്തുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഉണ്ടായി കിട്ടുമോ ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും വാങ്ങിയില്ലെന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഇത് നമുക്ക് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിത്ത് വാങ്ങിയിട്ട് കുറച്ചുകൂടി പോട്ടുകളാക്കി വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്ഡേഷൻ ഞാനിത് മുളച്ച് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഏകദേശം പരിപാടികളൊക്കെ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ തിണ്ടുമ്മ കൂടെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോട്ടുകൾ. പിന്നെ അധികം വെയിലും വേണ്ട, അധികം പിന്നെ തണലും വേണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം കേട്ടോ, എന്താവും ഏതാവും എന്നൊക്കെ. അപ്പോൾ അതാ ബാക്കിയുള്ള ചെടികളൊക്കെ നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ച് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മുടെ ആന്തൂരയൊക്കെ പുതിയ മുട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഒറ്റൊരു തൈയിൽ നിന്ന് പിരിച്ച് വെച്ച 3-4 തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒറ്റൊരു തൈയായിരുന്നു. അപ്പോൾ ആ ഒരു പൂ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ.